ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗിಗೆ സ്വാഗത. ഞങ്ങിപ്പോൾ പോയിട്ടുള്ളത് നിസർഗധാമത്തായിട്ടിക്കർ മടിക്കേരിൽ ಬಂದೆಂಗು എല്ലാവരും പോകണമെങ്കിൽ ഒരു സ്പോട്ടായിട്ടിക്കട്. അതായത് മടിക്കേരി ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ദൂരത്തുള്ളെങ്കിൽ ഒരു ഫാൾസ് കേട്ടിക്കട്. അതായത് അബ്ബി ഫാൾസ് കേട്ടിക്ക് ഞങ്ങിപ്പോൾ പോയിട്ട് വല്ലതാണ്. ഇനി അബ്ബി ഫാൾസിലെ ഞങ്ങൾ ഒരു ചെറിയൊരു ചരിത്രം നോക്കുകയായിട്ട് കണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു ഫാൾസ് ഇന്ന് പേര് ജെസ്സി ഫാൾസ് ഉണ്ടായിട്ട് എന്ത് കാരണം എന്താ വെച്ചെങ്കിൽ പണ്ട് മടിക്കേരിൽ ഇന്നെങ്കിൽ അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഭരിച്ചു എന്നെങ്കിൽ ബ്രിട്ടീഷ് അണ്ടെത്തിന്നെങ്കിൽ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ്റെ ഒരു മോളായിട്ട് ഇക്കടാറിൽ ഈ ജെസ്സി ചൊല്ലിയത്. ഈ ബ്രിട്ടീഷർക്ക് ഇല്ലെങ്കിൽ ആ മനസ്സിക്ക് ആ ക്യാപ്റ്റനുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് അതായത് ഈ നാച്ചുറായിട്ടും അതേപോലെ ഈ പ്രകൃതിയിട്ട് ഭയങ്കര ഒരു ഇഷ്ടം എന്നത് കൊണ്ടിട്ടും അതേപോലെ ആ ഒരു ഫാൾസ് കണ്ടിട്ടാകുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു ഫാൾസ് നല്ല പേരിൽ അറിയപ്പെടണോ നല്ല ഇങ്ങനത്തെ ഒരു ഓർമ്മയിൽ നിൽക്കണമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടിട്ടാണ് ഈ ജെസ്സിച്ചുള്ള ഒരു പേര് വെച്ചത്. ഇത് ഈ ക്യാപ്റ്റൻ്റെ മോളുണ്ടും അതെല്ലാം ഈ ക്യാപ്റ്റൻ്റെ പെഞ്ഞയാണ് ജെസ്സിച്ചുള്ളതും അഭിപ്രായമുണ്ട്. ഏതായാലും അതായത് ഫസ്റ്റ് ഇരിക്കുന്ന പേര് ജെസ്സി ഫാൾസ് ഉണ്ടായിട്ട് ഫസ്റ്റ് ഈ പോണ്ട ടൈമിലോ ഈ ഒരു ഫാൾസിൻ്റെ പ്ലേസ് ഭയങ്കര കാടായിട്ടിരുന്ന ഒരു പ്ലേസ് ആയിട്ടുണ്ട്. ഫുള്ള് കാടും മരം മധ്യത്തിൽ നിറഞ്ഞിട്ടിരുന്ന ഒരു പ്ലേസ്. അതായത് പോണ കറക്റ്റുള്ള ഒരു റോഡും കാര്യമൊന്നും ഇല്ലാത്ത. അങ്ങനെ പിന്നെ സ്വാതന്ത്ര്യം കിട്ടിയാൽ പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി അതായത് ഈ ഒരു ജാഗയെല്ലാം എന്തായിട്ട് ഇന്ത്യക്ക് കിട്ടിയത്, അതായത് ഇന്ത്യത്ത് അധീനത്തിലായിട്ട്. ഈ സന്ദർഭത്തിൽ നെരവണ്ട ബി നാനയ്യ ചൊല്ലെ ആളെന്താക്കിയിട്ട് ഈ ഒരു ജാഗരെ ഇന്ത്യത്തിൽ നിന്നിട്ട് അതായത് ഇന്ത്യ ഗവൺമെന്റിൽ നിന്നിട്ട് ഇയാൾ സ്വന്തമായിട്ട് എന്താക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് അയാൾ എന്താക്കിയിട്ട് ആ ഒരു ജാഗയിൽ ഒരു കാപ്പി തോട്ടം അതേപോലെ സ്പേസി ആയിട്ടുള്ളത് നല്ല മുളയുടെ ഇത് തോട്ടം അത് അവിടെ എന്താക്കിയത് ബെലഞ്ഞിട്ട്. അങ്ങനെ ഇപ്പം ഈ ഒരു ജാഗ ഉള്ളത് ഗവൺമെന്റിലുള്ളതല്ല, അതായത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് ഈ ഒരു അബ്ബി ഫാൾസ് ഉള്ള ജാഗ ഉള്ളത്. അങ്ങനെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഈ ഇതൊക്കെയുള്ള പേര് അപ്പോൾ ജസ്റ്റിസുള്ള പേര് ഇന്ന് ഇത് ബൈക്ക് തിരിച്ചു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ന് പേരായതുകൊണ്ട് ഇന്ന് ആ ഒരു പേര് വേണ്ട. ഇനി ഈ ഒരു സംസ്കൃതി ആയിട്ട് ഇല്ലെങ്കിൽ ഈ കൊടകര സംസ്കൃതി ഒത്തെങ്കിലത്തെ ഒരു പേര് ഇതൊക്കെ വേണുണ്ട് എന്താക്കിയാൽ ആൾമാർ തീരുമാനിച്ചാൽ. അതായത് ഈ നാണയം തീരുമാനിച്ചു അതേപോലെ ആൾമാർക്ക് ഈ ഒരു ഫാൾസ് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംസ്കൃതി ഇല്ലെങ്കിൽ ഈ കൊടകര സംസ്കൃതിക്ക് ഒത്തെങ്കിലത്തെ ഒരു പേര് ആവാനുണ്ട് തീരുമാനം ആക്കിയാൽ. ഇപ്പം ഞങ്ങൾ ഓൾറെഡി ഈ അബ്ബി ഫാൾസിലോട്ടേക്ക് എത്തിയത് ഇപ്പം പാർക്ക് ഏരിയത്തിലാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ അങ്ങ് ഫസ്റ്റ് ആയിട്ട് മടിക്കേരി തൊര അതേപോലെ മുത്താറ് മുട്ടുതൊര ഇങ്ങനെയുള്ളതൊക്കെ ഇത് പേര് എന്ത്. എന്നാലും ഈ കൊടക് സംസ്കൃതി ഒത്തെങ്കത്തെ അതേപോലെ ഈ കൊടവ ഭാഷയിൽ അങ്കു സുലഭാവിടെ എങ്കിത്തെ രീതിയിലുള്ള ഒരു പേരാണ് അങ്ങ് പിന്നെ വെച്ചത്. ആ പേരായിട്ടിക്കർ അബ്ബി ചൊല്ലിയത്. അബ്ബി ചൊന്നെങ്കിൽ ഫാൾസ് ഉണ്ടാകും ജലപാത ഫാൾസ് ചൊന്തായിട്ടിക്കർ അടുത്ത. അങ്ങനെയാണ് ഇതിക്ക് എന്തായത് അബ്ബി ഫാൾസ് ചൊന്ത പേര് വന്നത്. ഇനി അതേപോലെ ഇതിൽ പിന്നെ ഒരു വിഷയം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു തന്നി പണ്ടത് ಅದಕ್ಕೆ ಈ ಫಾಲ್ಸ್ಗಳ ತನ್ನಿ ಬಂದಿದೆ ನಮಗೊಂದು ಕಾವೇರಿയുടെ ഉദ്ഭവ തലക്കാവേരിയാണ്. അപ്പോൾ ഈ തലക്കാവേരിയിൽ പണ്ടെങ്കിൽ അതേ തന്നി ഒരു ഭാഗത്തിലായിട്ട് ഇതുക്കുള്ള തണ്ണിയും പണ്ടത് മാത്രമല്ല. പിന്നെ ഈ തന്നി പോയാൽ പിന്നെ അതായത് ഈ ഫാൾസിൽ തന്നി പോയാൽ പിന്നെ ഇത് പോയിട്ട് എത്തുന്നതും ഏത് കയറ്റിക്കറ് കാവേരി പോലക്ക് അയറ്റിക്കറ്. ഇനി ഇപ്പം ഞങ്ങളുടെ ഇപ്പം ചൊന്നാൽ ഞങ്ങൾ ഇപ്പോൾ എത്തിയത് ഇപ്പം പാർക്കിംഗ് ഏരിയ എത്തി കയറ്റിക്കറ്. ഈ ഊടെ ഈ പാർക്കിംഗ് വ്യവസ്ഥ നല്ല അടിപൊളിയായിട്ടുള്ള വ്യവസ്ഥ ഉണ്ട്. അതുമാത്രമല്ല ഇതല്ലാത്ത ആക്ടിവിറ്റീസും അവിടെ എന്തുണ്ട്, അതായത് ഫാൾസ് നോക്കലല്ലാണ്ട് വേറെ ഒരു ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇതിലൂടെ എന്താവും കാണാൻ സാധ്യതയുണ്ട്. സിപ്പ് ലൈൻ ഇവിടെ ഉണ്ട് ഒരു ജാഗയിൽ ഞങ്ങൾക്ക് കാണാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ಬಂದೇನು ആൾമാർക്ക് ಬಂದೆങ്കിൽ വെറും ഫാൾസ് മാത്രം നോക്കറല്ല, അതിപ്പോൾ ദൂരത്ത് കണ്ടുള്ളത് സിപ്പ് ലൈനിലുള്ള ആൾ വന്നുള്ളത്. അപ്പോൾ ഫാൾസ് മാത്രമല്ല ഈ ഇതൊക്കെ ഞങ്ങൾക്ക് എന്തൊക്കെ പോയിട്ട് ഞങ്ങൾ ജോയിൻ ആവാം. അങ്ങനെയുള്ള നല്ല നല്ല ആക്ടിവിറ്റീസുകളുണ്ട് ഈ അബ്ബി ഫാൾസിൽ ഉണ്ട്. മാത്രമല്ല കണ്ടില്ലേ ഒരാൾ വന്ന് എത്തിയിട്ടായിട്ട്
നല്ലൊരു പോകണമെങ്കിൽ നല്ലൊരു ഏരിയ ടേക്ക് ചെയ്ത് അബി ഫാൾസ് ഉള്ളത്. അത് മാത്രമല്ല അബി ഫാൾസ് പോകണായ ഒരു കറക്റ്റ് മനസ്സുണ്ടെങ്കിൽ ഇത് ഈ മഴക്കാലത്തെ ടൈമിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ നല്ല തണ്ണിയെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ഫാൾസ് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു എന്ത് കാഴ്ച നല്ല കിട്ടും. അതായത് ആ ടൈമിൽ ഇതൊക്കെയുള്ള പേര് എന്തുകൊണ്ട് ചേഞ്ച് ഉണ്ട്, ഇത് പുതിയൊരു പേരുണ്ട്, മലകാലത മധുമകളുണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ പോയെങ്കിൽ ഞങ്ങൾക്ക് കാണും. അതായത് എങ്ങനെയാണ് ആ തന്നി വണ്ടിയത് ചൊല്ലുന്നത്, നല്ല ഒരു പാലിൽ നിറയെ പോലെയാണ് കാണേണ്ടത്. അപ്പോൾ അത് കൊണ്ടിട്ട് മലകാലത മധുമകൾ ചൊല്ല ഒരു പുതിയ പേരും ഏത് കൊണ്ട് ഈ ടൈമൊക്കെ അത് കൊണ്ടും അത്രയും ഒരു അടിപൊളിയായിട്ട് ഇതിപ്പോൾ കാണേണ്ടതാണ് പോകേണ്ടുള്ള റൂട്ട്. ഇത് കാണേണ്ടതുള്ള കാഫി തൈങ്ങളാണ് ഇതിൽ ചുറ്റുമുട്ടും ഉള്ളത്. അങ്ങനെ ഇതായിട്ടേക്ക് ഈ ഒരു അബി ഫാൾസുള്ള ചെറിയൊരു ഹിസ്റ്ററി ചൊല്ലിയത്. ഇതേപോലെ ഈ ഫാൾസൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കണ്ടെങ്കിൽ ഇതിലായിട്ട് വൃത്തിയെല്ലാം നന്നാക്കി നടന്നുകൊണ്ട് പോകണം. അതെല്ലാം പോകുമ്പോൾ കൊന്തോട് എങ്ങനെയാണ് പണ്ടത്തെ ഒരു ആ കാട് ഒരു ഫീലും അത് നിങ്ങൾക്ക് എന്തോ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ആ ഒരു ഫീൽ എന്നെങ്കിലും ഒരു പോണ കുറിച്ച് ഒന്നും കൊസ്യാണ്. പക്ഷെ ആ എന്നെങ്കിൽ പല അതിലൂടെ കാടിൻ്റെ സൗണ്ടും അതേപോലെ ദൂരത്തിലുള്ള ഫാൾസ് തന്നി ബോൾഡ് നിൽക്കത്തിലുള്ള ചില സൗണ്ടും അതെല്ലാം ഞങ്ങൾക്ക് എന്തോ ഈ പോകുമ്പോൾ ഞങ്ങൾക്ക് കൊന്തോടും. ഒരു സാധാരണ വൃത്തിയെല്ലാം ഞങ്ങൾ എന്താക്കണം, ഒരു 5 മിനിറ്റ് തോളം 5-10 മിനിറ്റ് തോളം എന്താക്കണം ഞങ്ങൾ ഈ ഫാൾസർ അവിടെ നടന്നുകൊണ്ട് പോകണം. നോക്കാം ചന്തണ്ടല്ലേ. അതേപോലെ ഡസ്റ്റ്ബിന്ന് അത് ഇതെല്ലാം ഇവിടെ നിന്നുകൊണ്ട് പോകുന്ന സൗകര്യം എന്നാലും ചില ആൾക്കാർക്ക് ചുള്ളതല്ലേ കാട്ടൊക്കെ കണ്ടോടെങ്കിൽ ഈ ഡ്രിങ്കിത്ര സംസ്കൃതി ഇപ്പം അതെല്ലാം ചേഞ്ച് ആക്കണം. ഏതായാലും ഈ ഒരു ഇതിൽ പോകേണ്ടത് നല്ലൊരു അടിപൊളിയായിട്ട് അടിപൊളി ഒരു ഇത് എന്താ ചൊല്ലേ പോകുമ്പോൾ പോലും വല്ലാതൊരു കൊസ്റ്റിൻ അങ്ങനത്തെ ഫീൽ ഞങ്ങൾക്ക് എന്തോ കിട്ടും. ഒരുപാട് മരവും അതേപോലെ കോഫിയുടെ ആ ഒരു തൈയും അതെല്ലാം അതേപോലെ അതെല്ലാം നല്ലതായിട്ടേക്ക് അടിപൊളിയെല്ലാം
മാടുന്നു അല്ല അവിടെ പോയിട്ട് രാജോട്ടേക്കാ അങ്ങനെ ഞങ്ങൾ ഈ അബി ഫാൾസ് എല്ലാം നോക്കിയിട്ട് റിട്ടേണിന് വന്ന ഇനി ഞങ്ങൾ പിന്നൊരു ചരിത്ര സ്മാരകമായെങ്കിത്തെ ഒരു പിന്നൊരു പ്ലേസ് കാണാൻ ഇപ്പം പോണത് ಬರ್ತಾಯಿದೆ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ടില്ലേ ഇൻഷാ അല്ലാ ഇനി ഞങ്ങൾ അടുത്ത ഒരു ജാഗയിൽ അടുത്ത ഒരു ചരിത്രവുമായിട്ട് നിങ്ങളുടെ കണ്ടുപിടുത്തോളൂ എല്ലാവർക്കും ഈ വീഡിയോ നോക്കിയ എല്ലാവർക്കും നന്ദി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി